വളരെ ഗൗരവമുള്ള അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. കോവിഡ് വ്യാപനം ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ന് 41,953 പേർക്ക് പുതുതായി രോഗബാധയുണ്ടായിട്ടുണ്ട്. 1,63,321 ടെസ്റ്റാണ് നടത്തിയത്. മരണമടഞ്ഞവർ 58 ഉണ്ട്. ആകെ 3,75,658 പേരാണ് ചികിത്സയിലുള്ളത്. അപ്പോൾ എല്ലാം വർദ്ധിക്കുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറയുന്നില്ല. കർക്കശമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് കൂടുതൽ കടുപ്പിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് അവലോകന യോഗം ചേർന്നപ്പോൾ സ്ഥിതിഗതികൾ ഗൗരവമായി വിലയിരുത്തി. വാർഡ് തല സമിതികളും റാപ്പിഡ് റെസ്പോൺസ് ടീമും ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അത്തരം പ്രവർത്തനങ്ങളിൽ പ്രദേശത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികൾ വാക്സിനേഷൻ നടത്തിയവരുമാണ്. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളിൽ റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ മറ്റ് ഡ്യൂട്ടി നിർവഹിച്ചവർക്കും ഇക്കാര്യത്തിൽ സഹായിക്കാനാവും. അപ്പോൾ അവർക്ക് ഈ ചുമതല നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട്. അവരും വാക്സിനേഷൻ നടത്തിയവരാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഡോസ് വാക്സിനെ പറ്റി അത് എപ്പോഴെടുക്കണമെന്നതിനെക്കുറിച്ച് ആളുകളുടെ ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലുള്ള പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് രണ്ടാമത്തെ ഡോസ് വാക്സിൻ 3 മാസം കഴിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഗുണകരമെന്നാണ്. അപ്പോൾ നേരത്തെ എടുക്കുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടേണ്ടതില്ല എന്നർത്ഥം. ഓക്സിജൻ ലഭ്യതയുടെ പ്രശ്നത്തിൽ നിലവിൽ വലിയ തോതിൽ കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചിലയിടങ്ങളിൽ ഓക്സിജൻ ലഭിക്കേണ്ട പ്രശ്നം അത് ആവശ്യത്തിന് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കണ്ടിട്ടുണ്ട്. ഓക്സിജൻ പ്രധാനമായതുകൊണ്ട് ആവശ്യത്തിലധികം സൂക്ഷിക്കാനുള്ളൊരു പ്രവണത ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒരു ഹോസ്പിറ്റലിൽ എത്ര രോഗികളാണ് എന്ന് നോക്കി ആവശ്യമായത്ര ഓക്സിജനാണ് ലഭ്യമാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ജില്ലാതല സമിതികൾ കടക്കണം. ആരോഗ്യവകുപ്പ് ഓരോ ദിവസവും കണക്കെടുക്കണം. അത് വെച്ച്
ആവശ്യമായ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തണം. ഇതിലൊരു വീഴ്ചയും ഉണ്ടാകാതെ കുറ്റമറ്റ രീതിയിൽ നിരീക്ഷിച്ച് നടപ്പാക്കുക എന്നാണ് കണ്ടത്. ഇന്നത്തെ അവലോകന യോഗത്തിൽ കണ്ട ഒരു പ്രശ്നം, ആലപ്പുഴയിൽ രോഗികൾ കൂടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണത് എന്നത് പരിശോധിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ, പഠനം കഴിഞ്ഞവർ മെഡിക്കൽ കൗൺസിൽ അടക്കമുള്ള കൗൺസിലുകളിൽ രജിസ്റ്റർ ചെയ്യാൻ കാത്തു നിൽക്കുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് വലിയ തോതിൽ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ കാലതാമസം വരുമെന്നതുകൊണ്ട് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകി അവർ കൂടി രംഗത്തിറങ്ങുക എന്നതാണ് കാണുന്നത്. ഈ പ്രവർത്തനത്തിൽ അവരെ കൂടി ഭാഗഭാക്കാക്കുക. CFLTCകൾ ആവശ്യത്തിന് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ രോഗവ്യാപന സ്ഥിതി വെച്ച് കൂടുതൽ CFLTCകൾ വേണ്ടിവരും. അതിന് ഹോസ്റ്റലുകളും ലോഡ്ജുകളും മറ്റും ഉപയോഗിക്കുന്ന നില വേണമെന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് KSEBയും വാട്ടർ അതോറിറ്റിയും മറ്റും കുടിശ്ശികകൾ പിരിക്കുന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഒരു രോഗവ്യാപന ഘട്ടത്തിൽ 2 മാസത്തേക്ക് അത്തരം കുടിശ്ശിക പിരിവൊക്കെ നിർത്തിവെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കുകൾ റിക്കവറിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് നീട്ടിവെക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. KMSCL, കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ തുടങ്ങിയ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസികൾക്ക് പുറമെ സ്വകാര്യ ഏജൻസികൾ, NGOകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വിദേശത്ത് രജിസ്റ്റർ ചെയ്ത മലയാളി അസോസിയേഷൻ എന്നിവയ്ക്കും ഈ ഘട്ടത്തിൽ അംഗീകൃത റിലീഫ് ഏജൻസികളായി പ്രവർത്തിക്കാൻ അനുമതി നൽകും. ദുരിതാശ്വാസ സഹായങ്ങൾ നേരിട്ടോ സർക്കാർ ഏജൻസികൾ മുഖേനയോ റവന്യൂ ആരോഗ്യ വകുപ്പുകൾ മുഖേനയോ വിതരണം ചെയ്യാവുന്നതാണ്. ഇതിൽ ആവശ്യമായ സഹായങ്ങൾ വിദേശത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കാണ് നൽകാൻ കഴിയുക. ആ സഹായം നൽകുന്ന ഏജൻസിയെക്കുറിച്ച് നോർക്ക പരിശോധിച്ച് അംഗീകാരം നൽകും. അത്തരം ഏജൻസികളുടെ സഹായം ഇവിടെ സ്വീകരിക്കും. പക്ഷേ ആ ഏജൻസിക്ക് അങ്ങനെ സഹായം തരുന്ന അവിടെയുള്ള വിദേശത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ സംഘടനകളായാലും അത്തരം സംഘടനകൾക്ക് ഇവിടെ നേരിട്ട് ഒരു കൂട്ടരെ ഏൽപ്പിച്ച് ആ സഹായം വിതരണം ചെയ്യാൻ പറ്റില്ല.
സഹായം ഇവിടെ നൽകിയാൽ സർക്കാർ ഏജൻസികൾ മുഖേനയാണ് അത് വിതരണം ചെയ്യുക. ഇപ്പോഴത്തെ നമ്മുടെ ICU ബെഡുകളുടെ അവസ്ഥ സർക്കാർ ഹോസ്പിറ്റലുകളിൽ 2857 ICU ബെഡുകളാണുള്ളത്. അതിൽ 996 ബെഡുകൾ കോവിഡ് രോഗികൾ, 756 ബെഡുകൾ കോവിഡേതര രോഗികൾ. ഇങ്ങനെയാണ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. അപ്പോൾ സർക്കാർ ആശുപത്രികളിലെ 38.7% ICU ബെഡുകളാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ 7085 ICU ബെഡുകളിൽ 1037 എണ്ണമാണ് കോവിഡ് രോഗികളുടെ ചികിത്സക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ നിലവിലുള്ള ആകെ വെന്റിലേറ്ററുകളുടെ എണ്ണം 2293 ആണ്. അതിൽ 441 വെന്റിലേറ്ററുകൾ കോവിഡ് രോഗികളുടെ ചികിത്സക്കായും 185 എണ്ണം കോവിഡേതര രോഗികളുടെ ചികിത്സക്കായും ഉപയോഗത്തിലാണ്. സർക്കാർ ആശുപത്രികളുടെ മൊത്തം വെന്റിലേറ്ററുകളുടെ 27.3% ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ 1523 വെന്റിലേറ്ററുകളിൽ 377 എണ്ണമാണ് നിലവിൽ കോവിഡ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. CFLTCകളിലെ ബെഡുകളിൽ 0.96%, CLTCകളിലെ ബെഡുകളിൽ 20.6% ബെഡുകൾ ഓക്സിജൻ ബെഡുകളാണ്. മെഡിക്കൽ കോളേജുകളിൽ ആകെയുള്ള 3231 ഓക്സിജൻ ബെഡുകളിൽ 1731 എണ്ണമാണ് കോവിഡ് ചികിത്സക്കായി നീക്കിവച്ചിരിക്കുന്നത്. അതിൽ 1429 ബെഡുകളിലും രോഗികൾ ചികിത്സയിലാണ്. 546 പേർ കോവിഡേതര രോഗികളാണ്. മൊത്തം 3231 ഓക്സിജൻ ബെഡുകളിൽ 1975 എണ്ണവും ഇപ്പോൾ ഉപയോഗത്തിലാണ്. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിന് കീഴിലുള്ള ആശുപത്രികളിൽ 3001 ഓക്സിജൻ ബെഡുകളാണുള്ളത്. അതിൽ 2028 ബെഡുകളാണ് കോവിഡ് ചികിത്സക്ക് നീക്കിവെച്ചിട്ടുള്ളത്. അവയിൽ 1373 ഓക്സിജൻ ബെഡുകളിൽ ഇപ്പോൾ രോഗികൾ ചികിത്സയിലാണ്. കോവിഡേതര രോഗികളെ കൂടെ കണക്കിലെടുത്താൽ ഈ ആശുപത്രികളിലെ 51.28% ഓക്സിജൻ ബെഡുകളിലും രോഗികളിപ്പോൾ ചികിത്സിക്കപ്പെടുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ 2990 ഓക്സിജൻ ബെഡുകളിൽ 66.12% ഓക്സിജൻ ബെഡുകൾ ഇതിനോടകം ഉപയോഗത്തിലായി കഴിഞ്ഞു.
ഇറക്കുമതി ചെയ്യുന്ന ദ്രവീകൃത മെഡിക്കൽ ഓക്സിജനിൽ ചുരുങ്ങിയത് 1000 മെട്രിക് ടൺ കേരളത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് കത്തയച്ചിട്ടുണ്ട്. രണ്ടാം തരംഗത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ ഓക്സിജൻ്റെ ആവശ്യം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഓക്സിജൻ്റെ സ്റ്റോക്ക് വളരെ വേഗം കുറയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ മതിയായ കരുതൽ ശേഖരം ഉണ്ടാക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമാണ്. ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വിഹിതത്തിൽ നിന്ന് 500 മെട്രിക് ടൺ ആദ്യ ഗഡുവായി കേരളത്തിന് അനുവദിക്കണം. അടുത്ത ഘട്ടത്തിൽ 500 ടൺ കൂടി സംസ്ഥാനത്തിന് നീക്കിവെക്കണം. കേരളത്തിനടുത്തുള്ള ഏതെങ്കിലും സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് 500 ടൺ അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കാവുന്നതാണ്. ഇറക്കുമതി ചെയ്യുന്ന ഓക്സിജനിൽ നിന്ന് 1000 ടൺ കേരളത്തിന് നൽകുന്നതിന് വിദേശ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിന് കഴിയാവുന്നത്ര ഓക്സിജൻ ടാങ്കറുകൾ, PSA പ്ലാന്റുകൾ, ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, വെന്റിലേറ്ററുകൾ എന്നിവയും മുൻഗണനാടിസ്ഥാനത്തിൽ അനുവദിക്കണം. സംസ്ഥാനത്തിന് 50 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനും 25 ലക്ഷം ഡോസ് കോവാക്സിനും അനുവദിക്കണം. സംസ്ഥാനത്തിന് വാക്സിൻ നീക്കിവെക്കുമ്പോൾ രണ്ടാം ഡോസിന് കാത്തിരിക്കുന്നവരുടെയും ഒന്നാം ഡോസിന് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെയും എണ്ണം കണക്കിലെടുക്കണം. കേന്ദ്ര സർക്കാരുമായി യോജിച്ചുകൊണ്ട് കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം മുൻനിരയിലുണ്ടാകുമെന്ന ഉറപ്പും പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 300 കിടക്കകളുള്ള ഒരാശുപത്രി കൂടി കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായി ഏറ്റെടുത്തു. പുതിയ 4 ഡൊമിസിലറി കെയർ സെൻ്ററുകളും തുറന്നിട്ടുണ്ട്. ഇവിടങ്ങളിൽ 250 കിടക്കകൾ സജ്ജമാക്കാൻ കഴിയും. തഹസിൽദാർമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ ഒരുക്കിയിട്ടുള്ള കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ ചികിത്സക്കായി പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ നിന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ നിന്നും റഫർ ചെയ്യുന്ന രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലും തടസ്സരഹിതമായി ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഫയർ ഓഡിറ്റ് കാര്യക്ഷമമായി നടത്തും. വ്യാപാരികളുമായി സഹകരിച്ച് അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന ഡോർ ടു ഡോർ ആപ്ലിക്കേഷൻ പ്രയോജനപ്പെടുത്തും.
പത്തനംതിട്ട ജില്ലയിലെ നിയുക്ത MLA മാർ കലക്ട്രേറ്റിലെത്തി ജില്ലാ കലക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവരുമായി യോഗം ചേർന്ന് പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. കോവിഡ് പ്രതിരോധത്തിനായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജില്ലയിൽ ആരംഭിക്കുന്ന 16 ആംബുലൻസ് സർവീസുകൾക്ക് തുടക്കമായി. എറണാകുളത്ത് എല്ലാ ആശുപത്രികളിലും ഓക്സിജൻ ഓഡിറ്റും ഫയർ ഓഡിറ്റും പൂർത്തിയായിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യത സംബന്ധിച്ച് എല്ലാ ആശുപത്രികളും ഓൺലൈൻ റിപ്പോർട്ടിംഗ് നടത്തുന്നുണ്ട്. പ്ലാന്റിൽ നിന്ന് സെറ്റിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിനുള്ള ഇൻറ്റേർണൽ ഓക്സിജൻ പൈപ്പ് ലൈൻ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ BPCLൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ 250-ഉം ജനറൽ ആശുപത്രിയിൽ 180-ഉം അധികം ബെഡുകൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികൾ 25% ബെഡുകൾ കോവിഡ് ചികിത്സക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് 50% ഉയർത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വൃദ്ധസദനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. വാർഡ് തല ദ്രുതകർമ്മസേനാ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത പഞ്ചായത്തുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെയും കൂടുതൽ ആംബുലൻസും ഏർപ്പെടുത്തും. ഓരോ പഞ്ചായത്തിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും മരുന്നെത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. ആദിവാസി മേഖലയിൽ കോവിഡ് രോഗികൾക്കായി CFLTCകൾ ആരംഭിക്കും. ഇന്ന് അവലോകന യോഗം ആദിവാസികൾക്ക് വാക്സിനേഷൻ അതത് ഊരുകളിൽ വെച്ച് തന്നെ നടത്താനുള്ള നടപടികളെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 27% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായ മുനമ്പം പഞ്ചായത്തിലെ ഹാർബർ അടച്ചിടും. മഞ്ഞപ്ര, പാലക്കുഴ, മുനമ്പം പഞ്ചായത്തുകൾ പൂർണ്ണമായി അടക്കും. 25% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള എറണാകുളം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും ബുധനാഴ്ച മുതൽ അടച്ചിടും. കൂടുതൽ പഞ്ചായത്തുകൾ അനിയന്ത്രിത മേഖലയുടെ പട്ടികയിൽ ഇടം പിടിക്കുന്ന അവസ്ഥയാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള ജനറൽ ആശുപത്രിയിൽ 50 ICU കിടക്കകൾ സജ്ജമാക്കും. ഓക്സിജൻ പ്ലാന്റും വിവിധ വാർഡുകളിലേക്ക് സെൻട്രലൈസ്ഡ് ഓക്സിജൻ ലൈൻ വലിക്കാനുള്ള സംവിധാനവും കോർപ്പറേഷൻ തന്നെ ഒരുക്കും. പാലക്കാട് ജില്ലയിൽ ആശുപത്രികളിലെ
ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ചെമ്പൈ ഗവൺമെൻറ് സംഗീത കോളേജിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓക്സിജൻ വാർ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളെ സഹായിക്കുന്നതിന് ജില്ലാ ലേബർ ഓഫീസിൽ ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് സ്ഥാപിക്കുക ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ആയിരിക്കും. വയനാട് ജില്ലയിലെ ഓക്സിജൻ വാർ റൂം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. കോഴിക്കോട്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ചുമതല നൽകി. ആംബുലൻസ് ഉൾപ്പെടെ 2ൽ കുറയാത്ത വാഹനങ്ങളെങ്കിലും ഓക്സിജൻ സൗകര്യത്തോടെ ലഭ്യമാക്കണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്ന PMSSI ബ്ലോക്കിൽ 13,000 ലിറ്റർ ശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ വ്യവസായ സ്ഥാപനത്തിൽ നിന്നുള്ള പ്ലാന്റ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രതിഫലമില്ലാതെ ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. കഴിഞ്ഞ വർഷം കോവിഡ് വ്യാപനത്തിൻ്റെ 1ാം തരംഗവേളയിലാണ് ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ആശുപത്രി വാർഡുകളിലെ എല്ലാ ബെഡുകളിലും ഓക്സിജൻ നേരിട്ടെത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 1000 LPM ശേഷിയുള്ള ഓക്സിജൻ പ്ലാന്റ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പരിഗണിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ കോൾ സെൻറ്റർ ആരംഭിക്കും. പോലീസിൻ്റെ ടെലിമെഡിസിൻ ആപ്പായ ബ്ലൂ ടെലിമെഡിസിൻ്റെ സേവനം പൊതുജനങ്ങൾ കൂടി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ പോകാതെ തന്നെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഈ ആപ്പ് മുഖേന ലഭിക്കും. COVID-19 മാത്രമല്ല, മറ്റസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും സംശയങ്ങൾക്കുള്ള മറുപടിയും ഈ ആപ്പിലൂടെ ലഭിക്കും. ആപ്പിലെ ഡോക്ടർമാരുടെ പട്ടികയിൽ നിന്ന് ആവശ്യമുള്ളയാളെ തിരഞ്ഞെടുത്ത് ബന്ധപ്പെടാനാകും. ഡോക്ടർ വീഡിയോകൾ മുഖേന രോഗിയെ പരിശോധിച്ച് പ്രിസ്ക്രിപ്ഷൻ നൽകും. തുടർ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന പക്ഷം ആപ്പിൽ ലഭിക്കുന്ന പാസ് പോലീസ് പരിശോധനാ സമയത്ത് കാണിച്ച് യാത്ര തുടരാവുന്നതാണ്. അടച്ചുപൂട്ടൽ സമയത്ത് ആശുപത്രിയിൽ പോകാതെ തന്നെ ഡോക്ടർമാരിൽ നിന്ന് നേരിട്ട് ചികിത്സ തേടാനുള്ള ഈ സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പരമാവധി വിനിയോഗിക്കണം. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ
മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിലെത്തിക്കാൻ പോലീസിൻ്റെ സഹായം തേടാം. ഇതിനായി പോലീസ് ആസ്ഥാനത്തെ പോലീസ് കൺട്രോൾ റൂമിൽ 112 എന്ന നമ്പറിൽ ഏത് സമയവും ബന്ധപ്പെടാം. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കോവിഡ് അവബോധം വളർത്തുന്നതിന് സമയബന്ധിതമായി നടപടി സ്വീകരിക്കാൻ പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പോലീസ് മീഡിയ സെൻറ്റർ, സോഷ്യൽ മീഡിയ സെൽ എന്നിവയ്ക്ക് നിർദ്ദേശം നൽകി. പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ്, മറ്റ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ എന്നിവ ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കും. കൂടുതൽ ആളുകൾ ആശുപത്രികളിലേക്ക് എത്താനും അഡ്മിറ്റ് ആകാനും തിരക്ക് കൂട്ടുന്നു എന്നാണ് താഴേക്കിടയിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ. ആളുകൾ കോവിഡ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആശുപത്രിയിൽ എത്തണമെന്നില്ല. കാര്യമായ രോഗലക്ഷണങ്ങളില്ലാത്തവരും മറ്റസുഖങ്ങളില്ലാത്തവരും വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി. അവർക്കുള്ള മറ്റ് സംവിധാനങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. വാർഡുതല സമിതികളും സജീവമാണ്. അങ്ങനെ വീട്ടിൽ തന്നെ കാര്യമായ അസുഖങ്ങളില്ലാത്തവർ കഴിഞ്ഞാൽ മാത്രമേ ഗുരുതര രോഗമുള്ളവരെ ചികിത്സിക്കാൻ ആശുപത്രികൾക്ക് കഴിയും. സ്വകാര്യ ആശുപത്രികളും ഈ കാര്യത്തിൽ ജാഗ്രത കാണിച്ചേ മതിയാവും. ചികിത്സാ പ്രോട്ടോക്കോൾ അനുസരിച്ചും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടവരെ മാത്രമേ സ്വകാര്യ ആശുപത്രികളും അഡ്മിറ്റ് ചെയ്യാവൂ. അല്ലാതെ വരുന്നവരെ മുഴുവൻ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതര രോഗമുള്ളവർക്ക് ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായേക്കാം. പെരുന്നാളിന് മുൻപുള്ള വെള്ളിയാഴ്ചയാണ് വരാനുള്ളത്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ റമദാൻ കാലം കടന്നുപോയത്. എല്ലാവരും മികച്ച ജാഗ്രതയാണ് അന്ന് കാട്ടിയത്. ഇത്തവണ സ്ഥിതി കൂടുതൽ ഗുരുതരമായതിനാൽ മുൻകാലങ്ങളിലേതുപോലെയോ അതിനേക്കാൾ കൂടുതലോ നിയന്ത്രണങ്ങൾ പാലിക്കണം. കഴിഞ്ഞ തവണ എല്ലാവരും നന്നായി സഹകരിച്ചു. അതുപോലെ ഇത്തവണയും ജാഗ്രതയോടെ നിലകൊള്ളണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 18,868 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹിക അകലം പാലിക്കാത്തതിന് 9,697 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 54,36,200 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം പ്രവഹിക്കുകയാണ്. KSEBയിലെ തൊഴിലാളികളുടെയും ഓഫീസർമാരുടെയും ഒരു ദിവസത്തെ ശമ്പളവും പെൻഷൻകാർ ഒരു ദിവസത്തെ പെൻഷനും ചേർത്ത് 12 കോടി രൂപ സമാഹരിച്ച് നൽകി. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി 10 ലക്ഷം രൂപ, ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം, വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് 7,20,040 രൂപ, മുൻ മന്ത്രിയും NCP നേതാവുമായ PC ചാക്കോ
5 ലക്ഷം രൂപ. പന്ന്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ആദ്യ ഗഡു 7 ലക്ഷം രൂപ. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് 7,43,356 രൂപ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി 5 ലക്ഷം രൂപ. കിളിമാനൂർ കസ്തൂർബ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 5,48,118 രൂപ. കൊട്ടാരക്കര മുനിസിപ്പൽ സർവീസ് സഹകരണ ബാങ്ക് 5,27,000 രൂപ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. ഇവോൾവ് പോളിമേഴ്സ് അമലാനഗർ തൃശ്ശൂർ 5 ലക്ഷം. EKNS GHSS വേങ്ങാടിയിലെ ഹയർ സെക്കൻഡറി വിഭാഗം ജീവനക്കാർ 2,48,060 രൂപ. ജനശക്തി അഴീക്കോ ട്രസ്റ്റ് 1,25,000 രൂപ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകണ്ഠാപുരം ഏറിയ കമ്മിറ്റി 1,11,000 രൂപ. ഷമീർ ചെമ്പയിൽ പൊന്നാനി 1 ലക്ഷം രൂപ. മന്ത്രി AK ബാലൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ചേർന്ന് 50,500 രൂപ. KSRTC നെയ്യാറ്റിങ്കര ഡിപ്പോയിലെ 4 ബോണ്ട് ബസ്സുകളിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മ നെയ്യാറ്റിങ്കര ATO 55,000 രൂപ. കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി 25,000 രൂപ. അമേരിക്കയിൽ നിന്നുള്ള ലോക കേരള സഭാ അംഗം ആനി ജോൺ 25,000 രൂപ. പിണറായി വെസ്റ്റ് സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥി യദുനന്ദ് 20,000 രൂപ. നവീൻ കുമാർ കരിമ്പിൽ 10,001 രൂപ. നസീം മുല്ലപ്പള്ളി അബുദാബി 9,600 രൂപ. അഞ്ചൽ പാറവിള അഭിരാമി ഭവനിൽ രാജേഷ്, ഷിജ, അഭിരാമി എന്നിവർ ചേർന്ന് 5,000 രൂപ. കാഞ്ഞങ്ങാട് കേന്ദ്രീകൃത വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി നന്ദകിഷോർ നായക്ക് 2,500 രൂപ. ഇന്ന് മറ്റൊരു ദുഃഖവാർത്തയും കൂടിയുണ്ടല്ലോ. മാർത്തോമാ സഭയുടെ മുൻ പരമാധ്യക്ഷൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്തയുടെ വിയോഗത്തിൽ നാം ആകെ തീവ്ര ദുഃഖം അനുഭവിക്കുന്ന സമയമാണിത്. കേരളത്തിനാകെ അപരിഹാര്യമായ നഷ്ടമാണ് വലിയ മെത്രാപ്പോലിത്തയുടെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത്. 104 വർഷം ജീവിക്കാൻ കഴിയുക എന്നത് അത്യസാധാരണമായ കാര്യമാണ്. ഈ ദീർഘായുസ് സമൂഹത്തിന് നന്മയ്ക്കും സമുദ്ധാരണത്തിനും വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. സദാ കർമ്മനിരതനായിരുന്നു. അങ്ങനെ ജാതി മതഭേദമില്ലാതെ മനുഷ്യഹൃദയങ്ങളിലാകെ അദ്ദേഹം മായ്ക്കാനാവാത്ത സ്ഥാനം നേടി. ഒരു സംഗീതത്തിനും വിധേയമാകാതെ മനുഷ്യരെയാകെ, പ്രത്യേകിച്ച് ജീവിക്കാൻ വിഷമിക്കുന്ന നിസ്വ ജനവിഭാഗത്തെയാകെ ഒന്നായി കാണണമെന്നും കാരുണ്യത്തോടെ അവരെ സഹായിക്കണമെന്നും തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് തിരുമേനി അത് പഠിപ്പിച്ചത്. മാനവരാശിക്കാകെ വെളിച്ചം പകരുന്ന ഇത്തരം ജീവിതങ്ങൾ അപൂർവമാകുന്നൊരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ സ്മരണ ഇനി നമുക്ക് വഴികാട്ടിയാവട്ടെ. ആ ധന്യസ്മൃതിക്ക് മുന്നിൽ
ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.